നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. തിരുവത്തക്കടവ് പൊയ്യേരി കുടുംബ സംഗമം പൊയ്യേരി തറവാട് വീട്ടിൽ സംഘടിപ്പിച്ചു. ബാലുശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ റഫീഖ് ഉദ്ഘാടനം ചെയ്തു. നടുവണ്ണൂർ തെരുവത്തുകടവിലെ പൊയ്യേരി കുടുംബത്തിലെ 4 തലമുറകളിൽപ്പെട്ട പൊയ്യേരി കുടുംബ സംഗമവും സാംസ്കാരിക സദസ്സും പൊയ്യേരി കുടുംബ വീട്ടിൽ സംഘടിപ്പിച്ചു. ബാലുശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ റഫീഖ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ വേദിയിലിരിക്കുന്ന അഹമ്മദ് ഹാജി, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ സഹപ്രവർത്തകനായ ഫൈസൽ, അതേപോലെ സർവീസിലുള്ള ശാലിമ, എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് പൊയ്യേരി കുടുംബാംഗങ്ങളെ, ഇന്ന് തറവാട്ട് മുറ്റത്ത് നിങ്ങൾ ഒരു കുടുംബ സംഗമം നടത്തുകയാണ്. അംഗങ്ങളെല്ലാം എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കസേരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, ഇനിയും വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും ഈ ഒരു ഫംഗ്ഷന് എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദിയുള്ളവരാണ്. ഒരു ലോ ആൻഡ് ഓർഡർ ഓഫീസറെ ഇതുപോലൊരു പരിപാടിയിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ ലിമിറ്റിലുള്ള, ഏകദേശം എൻ്റെ ലിമിറ്റിൽ തന്നെയാണ്. ഇതൊരു ബോർഡർ ഏരിയയാണ്. ലിമിറ്റിലുള്ള ആളുകളുമായിട്ട് നമ്മളൊരു സൗഹൃദം പങ്കുവെക്കുക, ഒരു ഇൻട്രാക്ഷൻ, അത് നല്ല. എവിടെയും നമ്മൾ ക്ഷണിക്കപ്പെടുമ്പോൾ ഞാൻ പോകാറുണ്ട്. ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്നത്, നിഷാദും ഞാനും സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചാണ്. ഷാലിമാരെ സഹോദരൻ. ഹൈസ്കൂള് ഞങ്ങളൊന്നും 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ഒരു അടുത്തടുത്തിരുന്ന് പഠിച്ച ആളുകളാണ്. അങ്ങനെ ഒരു ബന്ധം എനിക്ക് കാര്യത്തിലുണ്ട്. ഇന്ന് നമുക്കറിയാം, നമ്മളെ ഫലസ്തീനിലും മറ്റു മണിക്കൂറുകൾക്ക് എപ്പോൾ ഞാൻ മരണപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള ജനങ്ങൾ ജീവിക്കുന്നതായിട്ട് നമുക്കറിയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഭീതിയോ വിഭ്രാന്തിയോ ഒന്നും നമ്മുടെ മനസ്സിലില്ല. പക്ഷേ എങ്കിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ധാരാളം പ്രശ്നങ്ങൾ ഈയിടെ കടന്നു വരുന്നതായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നാറുണ്ട്. മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതപരമായ വർഗീയമായ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ കുടുംബങ്ങളിൽ എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ഉപരിയായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബങ്ങളുടെ ഇടയിൽ പക്ഷേ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നേരിടാൻ ഒരുപക്ഷെ നമുക്ക് സാധിക്കാതെ, നിങ്ങൾ ക്ഷണിച്ചിട്ട് ഒരുപക്ഷെ അത്തരം കുടുംബാംഗങ്ങളിലുള്ള ആളുകൾ, നേരിടുന്ന ആളുകൾ ഒരുപക്ഷെ ഈ ഒരു ഫംഗ്ഷനേക്ക് എങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്യുമെന്നും അറിയാതെ വരാതിരുന്നിട്ടുണ്ടാവാം. അബ്ദുൾ ജലീൽ എടത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ അഹമ്മദ് ഹാജി എൻ മുഖ്യപ്രഭാഷണം നടത്തി. എടത്തിൽ ഹമീദ് മുഖ്യ അതിഥിയായി. അസീസ് എ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന ബന്ധുക്കളെ ആദരിച്ചു. യൂസഫ് പൊയ്യേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഫൈസൽ ഹിലാൽ നന്ദി പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ഭൂമിക്കു നമ്മൾ അവകാശം ചൊല്ലി അതിരുകൾ തീർത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.